നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളിലും ദേശീയ തലത്തിലെ ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്ന ഒരു ചർച്ചയാണ് E20 പെട്രോൾ അടിച്ചാൽ മൈലേജ് കിട്ടുന്നില്ല, മൈലേജ് കുറയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് E20 പെട്രോൾ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള പെട്രോൾ വേണം. അതായത് മായം ചേർത്ത പെട്രോളാണ് E20 പെട്രോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലും തെരുവിലും ഇറങ്ങുന്നുണ്ട്. E20 പെട്രോളിനെ അവർ മായം ചേർത്ത പെട്രോൾ എന്ന് വിളിക്കുകയും അവർക്ക് ശുദ്ധമായ പെട്രോൾ വേണമെന്ന് അവർ പറയുകയുമാണ്. ഭരണകൂടത്തിനെ ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ വിമർശിക്കുകയുമാണ്. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ടത് നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ഗവൺമെന്റ് E20 പെട്രോൾ കൊണ്ടുവരുന്നതാണെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിലും ഹൈഡ്രജൻ ട്രെയിൻ അടക്കമുള്ളവ കൊണ്ടുവരുന്നതാണെങ്കിലും വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി നേടേണ്ടത് നമുക്ക് ആവശ്യമാണ്, സ്വാതന്ത്ര്യം ആവശ്യമാണ്. രണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെയുള്ള പലരുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ എന്തോ ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, രാജ്യത്തെ പൗരന്മാർക്ക്, ജനങ്ങൾക്ക് ഇതിലൊന്നും ഉത്തരവാദിത്തം ഇല്ല എന്നാണ്. E20 ഇനിയിപ്പോൾ മൈലേജ് കുറയ്ക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് 1-2 കിലോമീറ്റർ മൈലേജ് കുറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്തവരാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ? അപ്പൊ ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലാതായാൽ നിങ്ങൾ ആരും ജീവിക്കില്ലേ? ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പറയാണ് പെട്രോളും ഡീസലും ഇനി ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ പറയാണ്, അമേരിക്ക പോലെ ഒരു വലിയ രാജ്യം ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ പറയാണ് ഇനി ഇന്ത്യക്ക് പെട്രോളും ഡീസലും ഒന്നും തരില്ല എന്ന്. അപ്പൊ ഈ വാഹനങ്ങൾ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും? തലയെ ചുമന്നുകൊണ്ട് നടക്കൂ? ഈ മൈലേജ് ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നവർ ഞങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ എന്ന് പറയാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നേരെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒരു തൊട്ടിയും കയറും കൊണ്ടുപോയി അവിടെ നിന്ന് നിങ്ങൾ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ശുദ്ധമായത് കോരിയെടുത്ത് ഉപയോഗിക്കുക. കാരണം അവിടെ നിന്നാണ് കുറച്ചും കൂടെ ശുദ്ധമായത് കിട്ടുന്നത്. കാരണം ഈ നമ്മൾ പമ്പിൽ പോയി അടിക്കുന്നത് സംസ്കരിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലകളിൽ ശുദ്ധീകരിച്ചതാണല്ലോ. അതിനേക്കാൾ നാച്ചുറലായിട്ട് കുഴിയിൽ നിന്ന് കോരിയെടുത്ത് ടാങ്കിൽ ഒഴിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മൈലേജ് കിട്ടിയാലോ. എന്തൊരു മനുഷ്യരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞാൽ E20 പെട്രോൾ കൊണ്ടുവരുന്നതാണെങ്കിലും ഈ ഇലക്ട്രിക് വാഹനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിക്കാനുള്ള വകതിരിവ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കില്ലേ? അതായത് നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും അധികം ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമുക്ക് ആവശ്യമായ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ 80 മുതൽ 85% നമ്മൾ ഇറക്കുമതി ചെയ്യാണ്. ഇത് നമുക്കുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയണം. 50 വർഷം മുമ്പ് പെട്രോളിനും ഡീസലിനും ഇത്ര വിലയില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ഇത്ര വിലയില്ലായിരുന്നല്ലോ, അന്ന് കിട്ടിയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, അന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയും വാഹനങ്ങളും ഇല്ലായിരുന്നു, ഇത്രയും ആവശ്യങ്ങളും നമുക്കില്ലായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം ഒരു അവികസിത നാട് എന്നതിൽ നിന്ന് മാറി ഒരു വികസിത രാഷ്ട്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാഷ്ട്രത്തിലേക്ക് വളരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഊർജത്തിന്റെ കാര്യത്തിലെ സ്വാതന്ത്ര്യം. മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കളയുമല്ലോ ഞങ്ങളാരും ഇലക്ട്രിക് വാഹനം എടുക്കില്ല, ഞങ്ങൾക്ക് പെട്രോളും ഡീസലും അടിക്കുന്നത് തന്നെ മതി എന്ന്. ഇലക്ട്രിക് വാഹനം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് E20 പെട്രോളും നമുക്ക് ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓയിലിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ. E20 പെട്രോൾ എന്ന് പറയുന്നത് 80% സാധാരണ പെട്രോളും 20% എഥനോളും അടങ്ങിയ ഒരു മിശ്രിതമാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് കേവലം ഒരു പരീക്ഷണമല്ല ഇത്, മറിച്ച് പല തലങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണിത്. ഇത് നടപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന് എന്ത് ലാഭമുണ്ടാകുമെന്നതാണ് പലരുടെയും സംശയം. ഈ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നതോ അല്ലെങ്കിൽ പെട്രോളിന്റെ വില കുറയ്ക്കുന്നതോ മാത്രമല്ല. ഒരു രാഷ്ട്രത്തിന്റെ നേട്ടങ്ങൾ, ഒരു രാഷ്ട്രത്തിന്റെ വികസനം, ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സകല മേഖലകളിലും ഉണ്ടാവും. ഇവിടെ പലരും പറയുന്നത് E20 പെട്രോൾ ഇറക്കിയിട്ട് നമുക്ക് വിലയൊന്നും കുറയുന്നില്ലല്ലോ. നമ്മൾ ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന റോഡ് മെച്ചപ്പെടുന്നില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ട്രെയിനുകൾ മെച്ചപ്പെടുന്നില്ലേ? റെയിൽവേ സ്റ്റേഷനുകൾ മെച്ചപ്പെടുന്നില്ലേ? നമ്മുടെ ജീവിത നിലവാരം പതിയെയാണെങ്കിലും ഉയരുകയല്ലേ? ഗവൺമെന്റിന് കിട്ടുന്ന നികുതി പണം ആരും അവരുടെ വീട്ടിലൊന്നും കൊണ്ടുപോകുന്നില്ല. മോദി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു കുടുംബം പോലുമില്ല. നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോ ഗവൺമെന്റിന്റെ നികുതി പണം അവരുടെ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വികസനത്തിനായിട്ട് പല ഘട്ടങ്ങളിലായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു വശത്ത് വികസനം വേണം, നമുക്ക് ചൈനയെ പോലെ ആകണം, അമേരിക്കയെ പോലെ ആകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളായിട്ടുള്ള നമുക്ക് മെനക്കെടാൻ വയ്യ.
നമുക്കൊന്നും രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തൂമ്പയും കൊണ്ട് മോദി സർക്കാരിന് വേണ്ടിയിട്ട് പോയി പണിയെടുക്കണം എന്നല്ല പറയുന്നത്. സ്വാഭാവികമായി രാജ്യത്തിനുണ്ടാവുന്ന വികസനങ്ങളിൽ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് തയ്യാറാവേണ്ടത്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. അതിനുണ്ടാവുന്ന ചെറിയ നഷ്ടങ്ങളെ സഹിക്കാൻ പറ്റണം. ഇപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ മൈലേജ് കുറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് നാളെ നേരിടേണ്ടി വരും. പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന അമേരിക്കയും എണ്ണ ഉൽപാദക രാജ്യങ്ങളും കൂടി എണ്ണയുടെ വില വർദ്ധിപ്പിച്ചാൽ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് അടിക്കില്ലേ? അപ്പൊ ഈ മൈലേജിന്റെ കാര്യം പറയോ? ഇപ്പൊ അതാ യുദ്ധം വന്നു. യുദ്ധം വന്ന സമയത്ത് നമുക്ക് എണ്ണ സപ്ലൈ മുടങ്ങിപ്പോയി എന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്യും? മോദിയെ തെറി വിളിച്ചതുകൊണ്ടോ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? യുദ്ധം നമ്മൾ ഉണ്ടാക്കിയതല്ല. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ, എണ്ണ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നിപ്പോ പാകിസ്ഥാനില്, അതുപോലെ ശ്രീലങ്കയില്, ബംഗ്ലാദേശില് പലയിടങ്ങളിലും ഈ പെട്രോളും ഡീസലും കിട്ടാനില്ലാത്ത സ്ഥിതിയുണ്ട്. ഇന്ത്യക്ക് അത് ഇതുവരെ നമുക്ക് അറിയേണ്ടി വന്നിട്ടില്ല. എന്തായാലും നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയിട്ട് ഇവിടെ ഇന്ന് പെട്രോൾ ഇല്ലേ, തീർന്നു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല. E20 ആയാലും E10 ആയാലും E30 ആയാലും നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നത് കൊണ്ടാണ്. ഈ E20 പെട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന ലാഭം ചില്ലറയൊന്നുമല്ല. ഇന്ത്യ തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രതിവർഷം കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് ഡോളറാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നത്. നമ്മുടെ രാജ്യത്ത് വികസനത്തിനായി ഉപയോഗിക്കേണ്ട പൈസയാണത്. പെട്രോളിൽ 20% എഥനോൾ ചേർക്കുമ്പോൾ അത്രയും ശതമാനം ക്രൂഡ് ഓയിൽ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുകയുമാണ് ചെയ്യുന്നത്. പലരും പറയുന്നത് കേട്ടു ഇത് മായം ചേർക്കുന്നതാണെന്ന്. ഇത് മായം ചേർക്കുന്നതല്ല, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്ന മിശ്രിതമാണ് E20 പെട്രോൾ. ഇതൊക്കെ ആരോട് പറയാനാണ്? ഈ പെട്രോളും ഡീസലും എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമാണെന്നറിയാമോ? അതുകൊണ്ടാണ് കാലാവസ്ഥ ഉച്ചകോടിയിലും മറ്റുമൊക്കെ ഇത് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നത്. നമ്മൾ ഈ ശുദ്ധം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ ശുദ്ധം എന്ന് നിങ്ങൾ പറയുന്ന പെട്രോളിലോട്ടോ അല്ലെങ്കിൽ ഡീസലിൽ ഇതുവരെ വന്നിട്ടില്ല. പെട്രോളിലോട്ട് ഈ പറയുന്ന എഥനോൾ ചേർക്കുമ്പോഴാണ് ശരിക്കും അത് പരിസ്ഥിതിക്ക് കുറച്ചെങ്കിലും അനുകൂലമായിട്ട് മാറുന്നത്. എങ്ങനെയെന്നല്ലേ? ശുദ്ധമായ പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോൾ അടങ്ങുന്ന ഇന്ധനം കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ പുറന്തള്ളൽ വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശുദ്ധമെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പെട്രോൾ ഉപയോഗിച്ച് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും ഒക്കെ വളരെ കൂടുതലായിട്ടാണ് പുറന്തള്ളുന്നത്. എന്നാൽ എഥനോൾ അടങ്ങുന്ന പെട്രോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. വായു മലിനീകരണം രൂക്ഷമായ ഇന്ത്യൻ നഗരങ്ങളിൽ സത്യത്തിൽ ഇത് ആശ്വാസം കൂടിയാണ്. ഇതൊന്നും അറിയാതെയാണ് പെട്രോളിൽ മായം ചേർക്കുന്നേ എന്ന് പറഞ്ഞ് ഒരു ബോധവുമില്ലാതെ കുറെ മനുഷ്യർ സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും നടക്കുന്നത്. എഥനോൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ഇവർക്കറിയില്ല. പൂർണ്ണമായും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. കരിമ്പ്, ചോളം, കേടായ ഗോതമ്പ്, അരി തുടങ്ങിയവയിൽ നിന്നാണ് എഥനോൾ പ്രധാനമായി വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുകയേ ഉള്ളൂ. E20 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില പഴയ എഞ്ചിനുകളിൽ ഉള്ള വാഹനങ്ങൾ, ആ വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു ആശങ്കയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില വാഹനങ്ങളിൽ മൈലേജ് കുറയുന്നു എന്നുള്ളതും ഇതൊക്കെ പരിഹരിക്കാവുന്നതാണ്. വാഹന നിർമ്മാണ കമ്പനികൾ പോലും ഇതുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള ആശങ്കകൾ, കേടുപാടുകൾ സംഭവിച്ചാലൊക്കെ ഒരു മാറ്റം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പരമ്പരാഗതമായ ഒരു രീതി മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഈ കമ്പ്യൂട്ടർ വന്ന സമയത്ത് സമരം ചെയ്ത മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ള പലരും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ കമ്പ്യൂട്ടർ അന്ന് സമരം ചെയ്ത് ആ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഈ പറയുന്ന രൂപത്തിലേക്ക് എത്തില്ല, അല്ലെ? ഇന്ന് ഇന്ത്യയും കേരളവും ഒന്നും ഇങ്ങനെയൊന്നും ആവില്ല. കമ്പ്യൂട്ടറിനെതിരായ സമരം വിജയിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ സ്മാർട്ട് ഫോൺ ഉണ്ടാകുമായിരുന്നു, നമ്മളിവിടെ ഈ ഡിജിറ്റൽ വളർച്ച ഉണ്ടാകുമായിരുന്നു, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ട് മാറുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അന്ന് കമ്പ്യൂട്ടറിനെതിരെ നടന്ന സമരം പരാജയപ്പെട്ടത് കൊണ്ടാണ് ആ മേഖലയിൽ രാജ്യം ഇന്ന് ഇത്രയും വികസിച്ചത്. അതുപോലെ E20ക്കെതിരായ സമരവും പരാജയപ്പെട്ടാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് കാലത്തിനൊത്ത് വളരാനും മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ എനർജിയുടെ കാര്യത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളെയോ അല്ലെങ്കിൽ എണ്ണ ഉൽപാദക രാജ്യങ്ങളെയോ ഒരുപാട് കാലം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. E20യും E30യും E50യും ഒക്കെ വരട്ടെ, അതിനനുസരിച്ച് നമ്മുടെ വാഹനങ്ങളിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ വാഹന നിർമ്മാണ കമ്പനികൾ സന്നദ്ധമാണെന്ന് അവരും പറയുന്നുണ്ട്.
അപ്പൊ നമ്മൾ ഇതിനെ എതിർക്കുന്നതിന് പകരം പ്രായോഗികമായി ചിന്തിച്ച് ഗവൺമെന്റിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. താൽക്കാലികമായി ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമ്മൾ സഹിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് നാളെ നമ്മൾ പോകും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എണ്ണയുടെ പേര് പറഞ്ഞ് അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യത്തിനും നാളെ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയരുത്. നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് സൗദി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുകയോ ഇന്ത്യക്കുള്ള സപ്ലൈ കുറയ്ക്കുകയോ ചെയ്യാൻ ധൈര്യപ്പെടരുത്, ചിന്തിക്കരുത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ആ രംഗത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. എത്ര കാലം മറ്റു രാജ്യങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭാഗ്യക്കേടിന് നമ്മുടെ ഇവിടെ എണ്ണ നിക്ഷേപം കുറവാണ്. ഇപ്പൊ റഷ്യയിൽ നിന്ന് അടക്കം നമ്മൾ വാങ്ങുന്നുണ്ട്. ഇപ്പൊ റഷ്യയുടെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കൂ. റഷ്യ എണ്ണ ഏറ്റവും അധികം നിക്ഷേപമുള്ള രാജ്യമാണ്. എന്നിട്ടും അവർക്ക് ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച എണ്ണ വാങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായ ഒരു സുരക്ഷ ആവശ്യമാണ് എനർജിയുടെ കാര്യത്തിൽ. അപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക, ഹൈഡ്രജൻ ട്രെയിനുകൾ അടക്കമുള്ളവ കൊണ്ടുവരിക, അതിനോടൊപ്പം തന്നെ E20 അടക്കമുള്ള പെട്രോളിലേക്ക് മാറിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഈ രംഗത്ത് പൂർണ്ണമായിട്ടും ഒരു പരമാധികാരം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിന് സമയമെടുക്കും. ഒന്നിനും ആർക്കും മെനക്കെടാൻ വയ്യ. അങ്ങ് ചുമ്മാ വലിയ ശക്തി ആകുകയും വേണം. നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഒരു രാജ്യത്തിനും ലോകശക്തിയാകാൻ കഴിയില്ല, വികസിത രാഷ്ട്രമാകാൻ കഴിയില്ല. അതിന് കൈപ്പേറിയ ഒരുപാട് നടപടികൾ ഗവൺമെന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നിൽക്കേണ്ടി വരും, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി. വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടായാലും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഭാവിയുടെ തലമുറയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഇന്നത്തെ സമൂഹം ചിലപ്പോൾ പലതരത്തിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയുടെ കഷ്ടപ്പാടല്ല. പണ്ട് മനുഷ്യൻ ഉറക്കമഴിച്ച് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നടത്തിയ റിസർച്ചുകളും അവരുടെ പരീക്ഷണങ്ങളും എഫേർട്ടിന്റെയും ഫലമാണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ. ഒരു കാലത്ത് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്നതൊന്നും കണ്ടുപിടിച്ചവർക്ക് ഈ വിധത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരവരുടെ ജീവിതം ത്യജിച്ചുകൊണ്ട് ഭാവിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് പലതും ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു 2, 3, 4 കിലോമീറ്റർ മൈലേജ് കുറയുന്നതോ ചെറിയ ചെറിയ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുന്നതോ വാഹനങ്ങൾക്ക് വരുന്നതോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും കഴിയുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വാഹനം റോഡിൽ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ, പെട്രോളും ഡീസലും കിട്ടാതായാൽ നമുക്ക് അതിജീവിക്കണ്ടേ, ജീവിക്കണ്ടേ? അപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ട പരിഹാരം കണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്നവർക്ക് ആ ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് പല പ്രതിസന്ധികളിലും പെട്ടുപോകുന്നത്. അപ്പൊ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ കണ്ണടച്ച് അതിനെ എതിർക്കുന്നതിന് പകരം അതിനെ പിന്തുണയ്ക്കുകയാണ് രാജ്യത്തോട് കൂറുള്ള ഒരു പൗരൻ ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.